ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളൊരു അടിപൊളി സ്ഥലത്ത് വന്നേക്കാണ്. ബാംബു ട്രക്കിങ്ങിനാണ് വന്നേക്കുന്നത്. അപ്പം തുടക്കം തന്നെ സിമൻ്റൊക്കെ ഇട്ട വഴി, അത് കഴിഞ്ഞ് നേരെ ബാംബു ഒക്കെ ഇട്ടൊരു വഴി കൂടെ 1 hour യാത്രയുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ഒരു 10 o'clock ആയിട്ടുള്ള, പക്ഷേ ഭയങ്കര വെയിലായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഒരു 1-2 hours എടുക്കും എന്നാണ് പറയണത്. ഇത് അടിപൊളി ഒരു അഡ്വഞ്ചർ ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേയും കൂടി ആയിട്ടാ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു ട്രക്കിങ്ങിന് പോകാമെന്ന് ഞങ്ങളങ്ങനെ വിചാരിച്ചു. മൺഡേ ആണ്. അപ്പം നമുക്ക് കാണാം ഗൈസ്, എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ തുടങ്ങുമ്പോൾ. ഇതാണ് ട്രക്ക് ചെയ്യണ ആ വഴി. ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്നാണ്. ദിസ് ഇസ് എ സ്റ്റാർട്ടിങ് പോയിന്റ്. ആൻറ്റി ഹായ്. ഹായ്. അപ്പോൾ നല്ല വെയിലായതോടെ എല്ലാവരും കുട പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ആ വഴി. അപ്പനമ്മയും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ചേട്ടൻ ദേ പോണ്. ഞാൻ ദേ ഏറ്റവും ബാക്കിൽ ബാനയും വരുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. അയ്യോ, തോർത്തെടുക്കേണ്ടതായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കണം. 100 രൂപയാണ് ഒരാൾക്ക് എമൗണ്ട്. ഇത് 100 അല്ല, ഒരാൾക്ക് 100. കുഴപ്പമില്ല, കാണാണ്ട് 1 hour 1.5 hour. അപ്പോൾ ചേട്ടന് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 6 പേരും കൂടി യാത്ര തിരിച്ചു. അപ്പം ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു കല്ലിട്ട വഴിയായിരുന്നു കേട്ടോ. അപ്പം അപ്പൻ, അമ്മ, ഞാൻ, ആൻറ്റി, അതുപോലെ തന്നെ ചേട്ടൻ, ബാന, ഇവരെല്ലാവരും കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ചേട്ടന്മാർ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു എല്ലാവരും രാവിലെ തന്നെ നേരത്തെ തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് പക്ഷേ മൈറാങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ടൈമായി. അല്ലെങ്കിൽ നമുക്കും കുറച്ചും കൂടി നേരത്തെ തുടങ്ങാമായിരുന്നു. പക്ഷേ ഞങ്ങളൊരു 11 മണിയായി തോന്നുന്നു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. ട്രക്കിംഗ് പക്ഷേ വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. അതുപോലെ തന്നെ നല്ല പച്ചപ്പും കാണാനായിട്ട് നല്ല രസം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നല്ല ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു നല്ലൊരു ബ്രീത്തും അതൊക്കെ ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് മേഘാലയയിൽ നമുക്ക് അറിയാൻ പറ്റും, ഒട്ടും പൊല്യൂഷൻ ഇല്ലാത്തൊരു നാടാണ്. അതുപോലെ തന്നെ അവരവരുടെ നാട് നല്ല അത്രയും ഭംഗിയായിട്ട് തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു ബാംബു ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊരു വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. കൂടുതലും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ചിലവർക്ക് അവിടെ ഷോപ്പ് ഉണ്ടാവും. ആകെ 2-3 ആളുകൾക്ക് ഷോപ്പ് ഉണ്ടാവുള്ളൂ. അവർക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവർ രാവിലെ നേരത്തെ എണീറ്റ് താഴേക്ക് ഇറങ്ങി പോയിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യണം. തിരിച്ച് വൈകിട്ട് അവിടെ സ്റ്റേ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ച് കയറി വരണം. അപ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ ആലോചിച്ച് നോക്കണം. രാവിലെ എന്നും താഴേക്ക് ഇറങ്ങിപ്പോയി തിരിച്ച് കയറി വരുന്ന ഒരു ഡെഡിക്കേഷൻ. 1.5 hours കയറാനും ഇറങ്ങാനും നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ആ സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റ് ഞാൻ തന്നെ പറന്നു പോകുമെന്ന് എനിക്ക് തോന്നി. പിന്നെ അതേ ഇപ്പോൾ ഒരു അരുവി നമുക്ക് കാണാൻ പറ്റും. ഈ അരുവിയും നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു. ഇപ്പം അവിടെ വെള്ളം ഭയങ്കര കുറവാണ്. നമ്മൾ പോയ സമയത്ത് മഴക്കാലം തുടങ്ങിയിട്ടുണ്ടായില്ല, വേനൽക്കാലമായിരുന്നു. മഴക്കാലത്ത് ഇവിടെയൊക്കെ നിറഞ്ഞ് കവിഞ്ഞു വീഴും. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസമാണ് ഇവിടുത്തെ മഴക്കാല സീസൺ എന്ന് പറയുന്നത്. ആ സമയത്ത് ഇവിടെ നമുക്ക് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും മഴയാണ്. നല്ല വെള്ളമാണ്, നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പച്ചൻ പറയായിരുന്നു മോളിൽ നിന്ന് ദേ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ ഇങ്ങനെ വരുന്നുണ്ട്, അതുപോലെ കാണാമെന്ന് നമുക്ക്. അപ്പോൾ അത് കാണാനൊന്നും പറ്റില്ല. അതായത് മഴ സീസൺ ആകുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം മഴ സീസൺ തുടങ്ങണേക്കാളും മുമ്പ് ഇവിടുത്തെ പണികളൊക്കെ തീർക്കാണ്. അപ്പം ഞങ്ങളിത് ഇപ്പോൾ ആ കല്ല് ഉള്ള വഴികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ബാംബു, ചെറിയൊരു പാലം, ബാംബുവിനൊരു പാലം നമ്മൾ കടന്നു വന്നു. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നേരിട്ട് പോയിട്ട് തന്നെ നമുക്ക് അറിയേണ്ടത്. ഓരോ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴും അവരിങ്ങനെ കൊടി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇത്രയും ദൂരം കവർ ചെയ്തു, അവർ ഇത്രയും നിങ്ങൾക്ക് ഇനി കവർ ചെയ്യാനുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട്. ഇതേ ഇവിടെ നമ്മൾ ആ പാലം കടന്നു വന്നു. ഇതേ ഇവിടെ ഒരു നല്ല പാറക്കല്ലുകൾ കൂട്ടം കാണാം കേട്ടോ. അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പാറക്കല്ലുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. 2 സൈഡും ഇതേ വെള്ളം ചെറുതായിട്ട് ഒഴുകുന്നുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഇവിടെ കുഞ്ഞരുവികൾ.
നമ്മളീ പാലം ഇരുമ്പ് പാലത്തുമ്മ കൂടിയാണ് ഇനി നമുക്ക് നടക്കാറുള്ളത്. ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കുളിക്കാം. ഞങ്ങൾ ഈ വഴി വന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അത് ഇതേ വലിയൊരു മലയിലാണ് നമ്മളിപ്പോൾ കയറിയേക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഈ വഴി വന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഫിഷ് ഉണ്ടല്ലോ, നല്ലോണം മീനൊക്കെ ഉണ്ട് കേട്ടോ. നാച്ചുറൽ. ആ ചേട്ടാ അവിടെ നല്ല ആഴ, അവിടെ നല്ല ആഴാണ്. പൊരിഞ്ഞ വഴുക്കല് അല്ലേ, പൊരിഞ്ഞ വഴുക്കല്. അടുത്താല Wow, look at this. ഇനി അങ്ങോട്ട് കുറച്ച് ഡേഞ്ചറസ് വഴിയായിരുന്നു. ചെറിയൊരു കല്ലിട്ട വഴി, അതിൽ കൂടെ നമ്മൾ നടന്നു പോകണം. ചുറ്റും അപ്പുറത്ത് നിറച്ചും പാറക്കെട്ടുകളും അതുപോലെ തന്നെ വെള്ളം ഒഴുകണ സ്ഥലങ്ങളായിരുന്നു. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ മുളവടി, അങ്ങനെ കുറേ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടിയാണ് പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. ഒരു കാറ്റാട്ടോ, നല്ല അടിപൊളി ഒരു ആംബിയൻസ്. ഇത്ര നേരം നമ്മൾ ചൂടെടുത്ത് വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു തണുത്ത കാറ്റ്, നല്ലൊരു കൂൾ ബ്രീസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് ട്രക്കിങ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഹാഫ് വേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വെള്ളച്ചാട്ടത്തിൽ അവിടെ കുറച്ച് നേരം ഇറങ്ങി കളിച്ചു. അതേ വീണ്ടും നമ്മൾ അടുത്ത ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കാം. അടുത്ത റൂട്ട് കുഞ്ഞി കല്ല് വെച്ചിട്ട് ചെറിയൊരു വഴിയാട്ടോ. ചെറിയ വഴിയിലാണ് നമ്മളിപ്പോൾ പോണത്. വെള്ളം കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങാൻ പോവാണ് ഗൈസ്. ഇതാണ് ആ റൂട്ട്. ഫുൾ ട്രക്കിംഗ് ആണ് കേട്ടോ, അടിപൊളി ട്രക്കിംഗ്. ഫുൾ ഡേഞ്ചറസ് വഴിയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് പേടിയാവും, പക്ഷെ നമ്മൾ ധൈര്യം സംഭരിച്ച് നടക്കണം. അതേസമയം അവിടെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു, ഈ പാലത്തിൻ്റെ പണികളൊക്കെ. പക്ഷെ ഞങ്ങൾ നല്ല ധൈര്യത്തിൽ എല്ലാവരും നടന്ന് കയറി ഇറങ്ങി ഇങ്ങോട്ട് പോകുന്ന ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുഞ്ഞു വഴിയാണ് കേട്ടോ, ഭയങ്കര ഡേഞ്ചറാണ്. പക്ഷേ നമുക്ക് നടന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തണമല്ലോ, അതിനുവേണ്ടി നമ്മൾ രണ്ടു കൽപ്പിച്ച് നടക്കുകയാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും പേടിയുണ്ടായത് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പോകുമെന്നായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. അത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കിട്ടേയില്ല ഫോൺ. പിന്നെ അതേ ഇവിടെ ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല വെള്ളം ഉണ്ടായിരുന്നു, തെളിഞ്ഞ വെള്ളം ഉണ്ടായിരുന്നു. നമുക്ക് കുളിക്കാൻ പറ്റണ ഒരു പോലെയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കയറിയിട്ട് തിരിച്ചു വരും നമ്മൾക്ക് കുളിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ യാത്ര തുടരുക ചെയ്ത്. അപ്പോൾ അവിടെ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു. ആ ചെറിയ കടയിൽ നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇവിടെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് ദേ ഈ ഒരു പാലത്തുമ്മ കൂടെ ഇങ്ങനെ യാത്ര തുടർന്നു. അപ്പം നേരെ ഒരു റൂട്ടാണ് കേട്ടോ, വൺ വേ പോലെയാണിത്. അങ്ങോട്ട് ഒരാൾക്ക് പോയാൽ ഇങ്ങോട്ട് ഒരാൾക്ക് വരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു റൂട്ടായിരുന്നു. പക്ഷേ നമ്മൾ തെല്ലത്ത് ഇങ്ങനെ നിന്ന് കാണുന്ന കാഴ്ച ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഇതങ്ങോട്ട് താഴത്ത് വീണ് പോയാൽ നല്ല രസം ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ എൻജോയ് ചെയ്ത് ഇതൊക്കെ കണ്ട് ഈ പാലത്തൂടെയൊക്കെ പോയി. ഫുൾ മുള അതാണ് മെയിൻ. ഇതൊക്കെ പാറക്കല, ആ പാറക്കല താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ.
ആ പാറക്കല്ലിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കണം. നല്ല രസമായിരുന്നു. ഫുൾ എൻജോയ് ചെയ്ത് അങ്ങനെ ഈ ഒരു പാലം കഴിഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പനമ്മയും അങ്ങനെ കയറിയില്ല. അവർ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു ഈ ഒരു പാലം കഴിഞ്ഞതിന് ശേഷം. പിന്നെ അത്രയും ദൂരം നടന്നു, ഒരു അത്യാവശ്യം കുറേ ദൂരം നടന്നു, കാലിൽ വയ്യ അതരാണ്. അപ്പോൾ അവർ നടന്ന് ആ ഒരു ടേണിങ് കഴിഞ്ഞപ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായുള്ളൂ. അതിന് മുന്നേ ഞങ്ങളുടെ ആൻറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി നിർത്തി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ ഒരു മുളപടി മണി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. അവന് താഴെ നോക്കുമ്പോൾ പേടിയാവുന്നു. ഇറങ്ങും. ഓ നീ കുലിക്കണതാ, കാല് പോയാലും പെട്ടു. നമ്മളിതിൻ്റെ ഹാഫ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഹാഫല്ല, ഇത് ആ സൈഡ് കാണാനുണ്ട്, അവിടെയും കൂടി എത്തിയാൽ മതി. അവിടെ ഞങ്ങൾ തൽക്കാലം ഇവിടെ ഒന്ന് കുറച്ച് നിൽക്കാന്ന് വിചാരിച്ചു. ഇത്രയും വലിയ ഹൈറ്റുള്ള കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. മതി മതി മതി. I'm really scared. ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി. അമ്മേ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി. അമ്മേ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഇവിടെ എത്തി ഗൈസ്. നമുക്ക് ആ ഒരു കൊടി വെച്ച് കൊടുത്തത് ഇവിടെ എത്തി. ഏറ്റവും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സൂപ്പർ ഒരു ഫീലിംഗ് കേട്ടോ. നല്ല വെയിലുണ്ട്, അറ്റ് ദ സെയിം ടൈം നല്ല കാറ്റും ഉണ്ട്, നല്ലൊരു തണുത്ത കാറ്റും വീശുന്നുണ്ട്, നല്ല രസമുണ്ട്. ഒരു ട്രക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇവിടെ വന്നിട്ട് നമ്മൾ ആകെ ഒരു ട്രക്കിങ് ചെയ്തിട്ടുള്ളൂ, അത് ഇതാണ്. പിന്നെ ഒരു ചെറിയൊരു മല കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെയൊക്കെ നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന ഒരു ഫീലായിരുന്നു. എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അത്ര സേഫ്റ്റി ഒന്നും ഇല്ലല്ലോ. വെറുതെ മുളവടി കെട്ടിയിട്ട് പാലുണ്ടാക്കി വെച്ചേക്കാണ്. വീണു, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കിട്ടി.
പറ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബാംബു ട്രെക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഫുൾ അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് ആയിരുന്നു. കുറേ പാലം, കുറേ കല്ലും മുള്ളും നിറഞ്ഞ വഴി, അത് കഴിഞ്ഞ് കുറച്ച് ബാംബു മുള മാത്രം കെട്ടിയ പാലങ്ങൾ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 1.5 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് എത്തിയതാണ്. ഇത് 2 വ്യൂ പോയിന്റ് ഉണ്ട്. ഒരെണ്ണം അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ ഇവിടെയുണ്ട്. ഇതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഇപ്പം ഇത്തിരി വെയിലായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടി നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങളൊരു ഉച്ച നേരത്തോടെ എത്തിയേക്കണം. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ അതല്ലെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. നല്ല കാറ്റൊക്കെ ഉണ്ട്, നമുക്ക് നല്ല വ്യൂ സീനറി ഒക്കെ ഉണ്ട്. നമുക്കൊരു പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നും. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.